മുതലപ്പുഴയിൽ വീണ്ടും അപകടം. അഴിമുഖത്ത് വള്ളം തലകീഴായി മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരെയും രക്ഷപ്പെടുത്തിയെന്നത് ആശ്വാസമാണ്. കരയിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, വീണ്ടും മുതലപ്പുഴയിൽ ഇപ്പോൾ അപകടത്തിന്റെ ദൃശ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അത് തലകീഴായി മറിയുകയായിരുന്നു. തൊഴിലാളികൾ അവിടെ നീന്തുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എനിക്ക് തോന്നുന്നു അത്ഭുതകരമായിട്ടാണ് അവർ രക്ഷപ്പെട്ടത്. തിരയിൽപ്പെട്ട് പോകുന്നുണ്ട് തൊഴിലാളികൾ, അല്ലേ? തീർച്ചയായിട്ടും അരുൺ, ഇപ്പോൾ പുലർച്ചയോടുകൂടി മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ ഈ വള്ളം തലകീഴായി മറിഞ്ഞതോടുകൂടി അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 3 പേരും ഈ തലകീഴായി മറിഞ്ഞതോടെ കടലിൽ പെടുകയായിരുന്നു. അഴിമുഖത്തിൽ ഇതിന് മുൻപ് ഒരാഴ്ചയ്ക്ക് മുൻപ് ഇതിന് സമാനമായ ഒരു അപകടം സംഭവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും മുതലപ്പുഴയിൽ അപകടമുണ്ടാകുന്നത്. വെട്ടുതുറ സ്വദേശി നിതിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ വള്ളമാണ് ഇപ്പോൾ തലകീഴായി മറിഞ്ഞത്. ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. തൊട്ട് കരയിൽ മുതലപ്പുഴി സമീപത്ത് ഈ വള്ളം തലകീഴായി മറിയുന്ന കാഴ്ചകൾ കണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ മറ്റൊരു വള്ളത്തിൽ ഇവരെ അടുത്തെത്തുകയും ഈ മത്സ്യത്തൊഴിലാളികളെ 3 പേരെയും രക്ഷപ്പെടുത്തുകയായിരുന്നു. പിന്നാലെ 2 പേർ നീന്തി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു. അവർ 2 പേരെയും കൂടി ഈ വള്ളത്തിൽ കയറ്റിയിരുന്നു. പക്ഷേ വള്ളത്തിൽ കയറ്റിയതിനു ശേഷം ഈ തലകീഴായി മറിഞ്ഞ വള്ളത്തെ കരയ്ക്കെത്തിക്കാനായിട്ട് ശ്രമം നടത്തി 3 പേരും വീണ്ടും ഈ വള്ളത്തിലുണ്ടായിരുന്ന 3 പേർ വീണ്ടും ഈ കടലിലേക്ക് ചാടി. പക്ഷേ ഈ വള്ളം തലകീഴായി മറിഞ്ഞ വള്ളത്തെ കരയ്ക്കെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വീണ്ടും ശക്തമായ കാറ്റടിച്ചതിനെ തുടർന്ന് ഈ 3 പേരും വള്ളവും വീണ്ടും കടലിൽ പെടുകയായിരുന്നു. തുടർന്ന് മറ്റൊരു വള്ളത്തിൽ കടലിലുണ്ടായിരുന്ന മറ്റൊരു വള്ളത്തിലേക്ക് നീന്തി ആ വള്ളത്തിൽ കയറുകയായിരുന്നു. ഇപ്പോൾ തൊട്ടടുത്തുള്ള തീരത്തേക്ക് ഇവർ നീന്തി രക്ഷപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മുതലപ്പുഴയിൽ നിലവിൽ 6 പേരാണ് നിലവിൽ അപകടത്തിൽപ്പെട്ടത്. ആദ്യം 3 പേർ അപകടത്തിൽപ്പെടുകയായിരുന്നു. അവരെ രക്ഷപ്പെടുത്താനായിട്ട് കരയിലുണ്ടായിരുന്ന 3 പേർ ചെന്നതിന് ശേഷം അവരെ വള്ളത്തിൽ കയറ്റിയതിനു ശേഷം ഈ തലകീഴായി മറിഞ്ഞ വള്ളത്തെ കരയിലെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അവരും വീണ്ടും ഈ കടലിൽ പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അരുൺ, ആ ദൃശ്യങ്ങൾ വീണ്ടും പതിവ് പോലെ മുതലപ്പുഴയിൽ നിന്നുള്ള ഏത് ദൃശ്യങ്ങളും ഭയാനകമാണ്, നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ തലകീഴായിട്ട് മറിഞ്ഞു കിടക്കുന്നത് കാണാം. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാവുന്നതാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. 3 മത്സ്യത്തൊഴിലാളികളും കടലിൽ പെട്ടിട്ടുണ്ട്. വലിയ തിരയിൽപ്പെട്ട് ഈ വള്ളം തലകീഴായിട്ട് മറിയുകയായിരുന്നു. അതിനുശേഷം 3 മത്സ്യത്തൊഴിലാളികളും കടലിൽ പെട്ടുപോകുന്നു. ഒടുവിൽ ഈ മറ്റുള്ളവരെത്തിയ അവരെ പുതിയ ബോട്ടിലേക്ക് അടുപ്പിക്കുമ്പോഴും നഷ്ടപ്പെട്ടു പോയ ബോട്ട് തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തുമ്പോൾ വീണ്ടും അവർ ഒഴുകിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. ഇന്ന് പുലർച്ചെ അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മുതലപ്പുഴയിൽ അഴിമുഖത്തേക്ക് വരുന്ന ഇതാണ് ആ ബോട്ട് പ്രേക്ഷകർക്ക് കാണാം. അതോടൊപ്പം അവിടെ നിൽക്കുന്ന കടലിൽ പെട്ടുപോയ മത്സ്യത്തൊഴിലാളികളെയും കാണാം. വലിയ കൂറ്റൻ തിരമാലയ്ക്കുള്ളിൽ അവർ പെട്ടുപോവുകയായിരുന്നു. വിൽ പവർ ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ തിരികെ വന്നത്. നോക്കൂ, ഇതേപോലെയാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നതും. നമ്മൾക്കതൊക്കെ ഇപ്പോൾ ഒരു വാർത്തയും ഒരു പേരും മാത്രമായി തീരുന്നു. മുതലപ്പുഴയിൽ വീണ്ടും അപകടം, ഇത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നുള്ളത് ഒരു കണക്ക് മാത്രമായി തീരുകയാണ്. ഇതാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓരോ ദിവസവും ജീവിതത്തിന് വേണ്ടി പോരാടുന്ന മനുഷ്യരാണ് ഈ പാവം മത്സ്യത്തൊഴിലാളികൾ. അവർക്ക് വേണ്ടത്ര സുരക്ഷയോ സംവിധാനങ്ങളോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ചെറുബോട്ടുകളിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന മനുഷ്യരാണ്. എന്തായാലും 3 പേരെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും അത് ആശ്വാസകരമായൊരു വാർത്തയാണ്. നമുക്കവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു.